ഹലോ ഫ്രണ്ട്സ്, ഇതാണ് തെക്കൻ കരിയാത്തൻ തെയ്യം. കരിയാത്തൻ എന്നാൽ പരമശിവനാണ്. കരിയാത്തൻ തെക്കൻ ചാത്തു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എങ്കിലും തെക്കൻ കരിയാത്തൻ എന്ന പേരിലാണ് പ്രസിദ്ധം. ഈ തെയ്യത്തിന്റെ കൂടെ കൈക്കോലൻ എന്ന തെയ്യവും കൂടി കെട്ടിയാടിക്കാറുണ്ട്. ഈ തെയ്യക്കോലങ്ങളെ കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പാലാർ വീട്ടിൽ പടനായരും പാലക്കുന്നത്ത് കേളേന്ദ്ര നായരും മല പൊലിച്ച് നായാടാനും കറ്റൽ പൊലിച്ച് മീൻ പിടിക്കാനും പുറപ്പെട്ടു അത്രേ. നായാട്ടിൽ ഒന്നും തടയാത്തതിനെ തുടർന്ന് ക്ഷീണിച്ചവശരായ ഇവർ വെള്ളം കുടിക്കാനായി കരിങ്കുലക്കണ്ട തക്കമ്മയുടെ വീട്ടിലെത്തുകയും അവർ അവരെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. കുളിക്കാനായി കരിഞ്ചിലാടൻ ചിറയിലെത്തിയ അവർ ചിറയിൽ അത്ഭുത രൂപത്തിലുള്ള മീനുകളെ കാണുകയും എന്നാൽ അവർക്ക് പിടികൊടുക്കാതെ നീങ്ങുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ കിണറിലും ഇവയെ തന്നെ കണ്ടെത്തിയതിനെ തുടർന്ന് കദളിപ്പഴം വെള്ളിപ്പാളയിലിട്ട് കിണറിലേക്ക് താഴ്ത്തുകയും തുടർന്ന് അവ തങ്ങളുടെ രൂപം ചെറുതാക്കി പാളയിൽ കയറുകയും ഇവയെ കറിവെക്കാനായി മുറിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവയുടെ തനി സ്വരൂപം അവ കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പിരക്കുകയും പ്രായശ്ചിത്തം ചെയ്യുവാനും തീരുമാനിച്ചു. ഈ രണ്ട് മീനുകളിൽ ഒന്ന് ശിവചൈതന്യവും മറ്റൊന്ന് വിഷ്ണു ചൈതന്യവും ഉള്ളതായിരുന്നു. അതുപ്രകാരം അന്ന് തൊട്ട് 7-ാം ദിവസം മതിലകത്തെ കരികൾ ഇരുപുറവും 2 പെൺമക്കൾ പിറന്നുവെങ്കിൽ അവരെ വളർത്തി പയറ്റുവിദ്യ പഠിപ്പിക്കുമെന്നും അവരോളം വണ്ണത്തിൽ പൊൻരൂപമുണ്ടാക്കി കുഞ്ഞിമംഗലത്ത് കൊട്ടയിൽ കൊണ്ടൊപ്പിക്കാമെന്നും പറഞ്ഞു. അതുപ്രകാരം 7-ാം നാൾ കരിങ്കൽ പടിക്കിരുപുറവും പൊടിച്ചുണ്ടായ പൊന്മക്കളാണ് തെക്കൻ കോമപ്പനും തെക്കൻ ചാത്തുവും. യഥാകാലം ഇവർ വിദ്യകളെല്ലാം പഠിച്ച് ചുരിക കെട്ടി ചേകോനാകേണ്ട പ്രായമായപ്പോൾ പൂണ്ടി പെരുമാളിൽ നിന്നും ചുരിക വാങ്ങി ആചാരപ്പെട്ട് തെക്കൻ ചാത്തു തെക്കൻ കരിയാത്തൻ എന്നും തെക്കൻ കോമപ്പൻ തെക്കൻ കരുമകൻ എന്നും ആചാരപ്പേർ ലഭിച്ചു. ഇവർ പിന്നീട് വലിയൊരു പന മുറിച്ച് വില്ലുകൾ ഉണ്ടാക്കുകയും ഇവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മദ്യം കൊടുക്കാതിരുന്ന ചന്ദൻ തണ്ടാനും തിരുനെല്ലും തണ്ടാത്തിക്കും ഭ്രാന്ത് നൽകിയ ഇവർ പിന്നീട് അവരെ സൽക്കരിച്ചപ്പോൾ മാത്രമേ ഭ്രാന്ത് മാറ്റിയുള്ളൂ. വഴിയിൽ വെച്ച് അവരെ പരിഹസിച്ച ഒരു കുട്ടിയുടെ കൈ മുറിച്ചു കളയാനും കരിയാത്തന് മടിയുണ്ടായില്ല. കുട്ടി കരഞ്ഞു മാപ്പപേക്ഷിച്ചതിനെ തുടർന്നാണ് കൈ തിരികെ ലഭിച്ചത്. കുട്ടി പിന്നീട് ഇവരുടെ സേവകനായി മാറി. കരിയാത്തൻ തെയ്യത്തോടൊപ്പം കെട്ടിയാടിക്കുന്ന കൈക്കോലൻ തെയ്യം ആ കൈപോയ കുട്ടിയുടെ സങ്കല്പത്തിലുള്ളതാണ്. വളരെ ലളിതമായ വേഷമാണ് ഈ തെയ്യത്തിൻ്റെത്. ശരീരത്തിൽ വെള്ള കളറും മുഖത്ത് മഞ്ഞ കളറുമാണ് ചമയം. കുഴുപ്പറ്റം എന്ന ചെറിയ ഒരു തലമുടിയും ഈ തെയ്യത്തിനുണ്ട്. ഇതാണ് തെക്കൻ കരിയാത്തൻ തെയ്യത്തിന്റെ ഐതിഹ്യം. കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂർ താഴെപ്പള്ളിയത്ത് കോട്ടത്തും കോഴിക്കോട് ജില്ലയിലെ തിക്കൊടി പഞ്ചായത്തിലെ പുറക്കാട് ഗ്രാമത്തിലെ അരിമ്പൂർ ശ്രീ കരിയാത്തൻ ക്ഷേത്രത്തിലും ഇവരാണ് പ്രധാന ഉപാസന മൂർത്തികൾ. കണ്ടിരിക്കാൻ വളരെ രസകരമായ ഒരു തെയ്യമാണ് തെക്കൻ കരിയാത്തൻ.